വിറ്റാമിനുകളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും നോക്കാം. വിറ്റാമിനുകൾ ഏതൊക്കെയാണുള്ളത്? വിറ്റാമിൻ എ, ബി, സി, ഡി, ഇ, കെ. ബിയിൽ തന്നെ ബി കോംപ്ലക്സ് എന്ന് പറയും. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ അപര്യാപ്തത രോഗങ്ങളും ശാസ്ത്രീയ നാമവും നോക്കാം. ഫസ്റ്റ് വൺ, വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. വിറ്റാമിൻ എ, റെറ്റിനോൾ. അപര്യാപ്തത രോഗം നിശാന്തത, കെരാറ്റോമലേഷ്യ, സിറോഫ്താൽമിയ. ഏതൊക്കെയാണ്? നിശാന്തത, കെരാറ്റോമലേഷ്യ, സിറോഫ്താൽമിയാണ് ഏതിൻ്റെ? വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ. അടുത്തത് വിറ്റാമിൻ ബിക്കകത്ത് ഫസ്റ്റ് വൺ, വിറ്റാമിൻ ബി1. ബി1ൻ്റെ ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ്. ബി1 തയാമിൻ എന്നാണ്. അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് ബെറിബെറി, വെർണിക്കസ്, എൻസെഫലോപ്പതി. ഏതൊക്കെയാണ്? ബെറിബെറി, വെർണിക്കസ്, എൻസെഫലോപ്പതി. നെക്സ്റ്റ് വിറ്റാമിൻ ബി2. വിറ്റാമിൻ ബി2ൻ്റെ പേരാണ് റൈബോഫ്ലാവിൻ. ഇത് ജീവകം ജി എന്നും അറിയപ്പെടുന്നു. വിറ്റാമിൻ ബി2ൻ്റെ മറ്റൊരു പേരാണ് ജീവകം ജി. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് കീലോസിസ്. അടുത്തത് വിറ്റാമിൻ ബി3. ബി3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ബി3 ആണ്. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര, അതായത് 4D സിൻഡ്രോം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഏതിൻ്റെ അപര്യാപ്തത രോഗം? വിറ്റാമിൻ ബി3യുടെ. നെക്സ്റ്റ് ബി5ൻ്റെ ശാസ്ത്രീയ നാമം പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഉറക്കമില്ലായ്മ, ക്ഷീണമൊക്കെയാണ് വിറ്റാമിൻ ബി5ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. അടുത്തത് വിറ്റാമിൻ ബി6 അറിയപ്പെടുന്നത് പിറിഡോക്സിൻ എന്നാണ് വിറ്റാമിൻ ബി6 അറിയപ്പെടുന്നത്. മൈക്രോസൈറ്റിക് അനീമിയാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയപ്പെടുന്നത്. അടുത്തത് വിറ്റാമിൻ ബി7ൻ്റെ പേരാണ് ബയോട്ടിൻ. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിറ്റാമിൻ എച്ച് എന്ന്. വിറ്റാമിൻ ബി7 തന്നെയാണ് വിറ്റാമിൻ എച്ച് എന്നും അറിയപ്പെടുന്നത്. സെബോറിയയും മുടികൊഴിച്ചിലുമാണ് വിറ്റാമിൻ ബി7ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. സെബോറിയയും മുടികൊഴിച്ചിലുമാണ് വിറ്റാമിൻ എച്ച് അല്ലെങ്കിൽ വിറ്റാമിൻ ബി7ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. അടുത്തത് വിറ്റാമിൻ ബി9 അറിയപ്പെടുന്ന പേരാണ് ഫോളിക് ആസിഡ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ബി9ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തത് വിറ്റാമിൻ ബി12 ആണ്. ബി12ൻ്റെ പേരാണ് സൈനോകൊബാലമിൻ. ഇതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ ബി12ൻ്റെ പെർനീഷ്യസ് അനീമിയ, വിറ്റാമിൻ ബി9ൻ്റെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. തിരിഞ്ഞു പോരുത്. അടുത്തത് വിറ്റാമിൻ സിയുടെ പേരാണ് അസ്കോർബിക് ആസിഡ്. സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. അടുത്തത് വിറ്റാമിൻ ഡിയുടെ പേരാണ് കാൽസിഫെറോളിൻ്റെ അതായത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കണ. വിറ്റാമിൻ ഇയുടെ പേരാണ് ടോക്കോഫിറോളിൻ്റെ ഡെഫിഷ്യൻസി മൂലം വന്ധ്യതയാണ് ഉണ്ടാകുന്നത്. അടുത്തത് വിറ്റാമിൻ കെയുടെ പേരാണ് ഫില്ലോക്കിനോൺ എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കുന്നതിലുള്ള കാലതാമസം, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഇതിൻ്റെ കുറവ് മൂലം രക്തം കട്ട പിടിക്കുന്നതിലുള്ള കാലതാമസമാണ് ഉണ്ടാകുന്നത്.